ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു 2 പിടിയോളം തൂരപ്പരിപ്പ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. അതായത് നമ്മുടെ സാമ്പാർ പരിപ്പ്. എന്നിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു. ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീറ്റ്റൂട്ട്, ചെറുതാണെങ്കിൽ 2 എടുക്കാം, ഒരുപാട് വലുതാണെങ്കിൽ ഒരു 3/4 എടുത്താൽ മതി കേട്ടോ. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു. ഒരുപാട് വലിയ പീസാക്കണ്ട, ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതി. പരിപ്പ് വേവണം, എന്നാൽ അങ്ങ് കുഴയുന്ന പരുവം ആവുകയും ചെയ്യരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ഉടയുന്ന പരുവം അത്രയായാൽ മതി. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. തേങ്ങ ചേർക്കാതെയുള്ള കറികളാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്. അപ്പം ഡെയിലി കറികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അതൊന്നായി വരുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ്, നിങ്ങൾക്ക് മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഒരു 5 6 ഇതള് നല്ല വലുപ്പമുള്ളതാണ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല വലുപ്പമുള്ള ഒരു ക്യാരറ്റ്, ഇത് ഇത്രയും കൂടി കട്ട് ചെയ്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് വരണം, എന്നാൽ ഉടയാനും പാടില്ല കേട്ടോ. കോളിഫ്ലവർ അത്യാവശ്യം വലിപ്പമുള്ള ഒരു 5 6 ഇതളെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊരു വലിയ ഇതളൊക്കെ ആണെങ്കിൽ 1 2 3 ആയിട്ടൊക്കെ കട്ട് ചെയ്ത് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിനങ്ങനെ ഒരു അളവില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ സെയിം ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ എടുക്കാം അങ്ങനെ. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു പാൻ വെച്ചു, ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോഴേക്കും മീഡിയം ടൈപ്പ് ഒരു സവോളയും ഒരു 4-5 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. കാരണം കുറച്ച് അരിഞ്ഞാൽ മതി കേട്ടോ. 4-5 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മുടെ കുക്കർ വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലോട് ചേർത്ത് കൊടുത്തു. നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് വരട്ടെ. ഇത് നമ്മുടെ ബീട്രൂട്ടിലേക്കുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ബീട്രൂട്ട് തോരനൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ സവോള അത്യാവശ്യം ഒന്ന് വാടിക്കഴിയുമ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി, ചതച്ച മുളകാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ക്രഷ്ഡ് ചില്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചതച്ച വറ്റൽമുളക് ചതച്ചത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം എരിവ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് എരിവ് വേണ്ടാത്തവർക്ക് അളവ് കുറയ്ക്കാം, എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് അളവ് കൂട്ടാം കേട്ടോ. എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു പച്ചക്കുത്ത് ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ടും പരിപ്പും കൂടി വേവിച്ചത് കുക്കറിൽ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു തവി കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ബീട്രൂട്ടൊന്നും ഒരുപാട് ഉടച്ചെടുക്കരുത് കേട്ടോ. പരിപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്ന പരുവം. ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതെല്ലാം വെന്തതാണല്ലോ. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി നല്ല ചെറുതായിട്ട് അരിയണം കേട്ടോ. നല്ല പോലെ ചെറുതായിട്ട് അരിയണം. നല്ല പഴുത്ത തക്കാളി എടുക്കണം. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടി ചേർത്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് തിളയ്ക്കുക. എക്സ്ട്രാ വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, വെള്ളം കുറവാണെങ്കിൽ. എന്നിട്ട് ഒരു ചെറിയ തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ആ തക്കാളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസാക്കരുത്, എന്നാൽ അധികം വെള്ളം കുറയുകയും ചെയ്യരുത്, കാരണം പരിപ്പായതുകൊണ്ട് കുറുകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം, അത്രയും മതി. ഒരു 1 2 മിനിറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ തക്കാളിയുടെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി മുകളിൽ ഒഴിച്ചു കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നിങ്ങൾക്കിപ്പം വേണം എന്നുണ്ടെങ്കിൽ പരിപ്പും ബീട്രൂട്ടും വേവിക്കുന്ന ടൈമിൽ തക്കാളി അതിലിട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ ഈ സമയത്ത് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ കറി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു പാൻ വെച്ചിട്ട്. ഇനി ഇതിനകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 3-4
വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഓപ്ഷണലാണ് കേട്ടോ തേങ്ങാക്കൊത്ത്. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിന്ന് തേങ്ങ ഇല്ലാത്ത കറികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പിന്നീട് ചേർക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ആ ഒരു തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ തേങ്ങ ചേർക്കാത്ത കറി ആയതുകൊണ്ട് തന്നെ ചേർക്കണ്ട. അപ്പോൾ ഒരു നുള്ള് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, പക്ഷേ അതിൽ ആ ഒരു തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് ഒരു മീഡിയം ടൈപ്പ് തക്കാളിയുടെ അരമുറി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. തക്കാളിയുടെ അളവ് ഒരുപാട് കൂടരുത് കേട്ടോ, പുളി കൂടിപ്പോവും. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് ഇത്രയും ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചിക്കൻ മസാലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടും, അതും നല്ലതാണ്. ഞാൻ രണ്ടിലേതായാലും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ, എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കാം. തക്കാളി ഞാൻ പറഞ്ഞ പോലെ അളവ് ഒരുപാട് കൂട്ടരുത്, കൂടിക്കഴിഞ്ഞാൽ ആ തക്കാളിയുടെ ഒരു പുളി രസം മുന്നിട്ട് നിൽക്കും. നല്ല പഴുത്ത തക്കാളി എടുക്കുക, അരമുറി ചേർത്താൽ മതി. ഇനി ആ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ, മട്ടർ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ, കുറച്ചുകൂടെ കളർഫുള്ളാവും അതുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ട് മസാലകളെല്ലാം നമ്മുടെ വെജിറ്റബിൾസിലേക്ക് പിടിച്ച് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരുപാടിട്ട് ഇളക്കണ്ട കേട്ടോ, അപ്പോൾ നമ്മുടെ ആ കോളിഫ്ലവറൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലരിത് എന്താ ചെയ്യാമെന്നറിയോ, നന്നായിട്ട് ആ എണ്ണയിലിട്ട് വഴറ്റി നല്ലൊരു ബ്രൗൺ കളറാക്കി എടുക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കോംബോ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിലെ കൂടെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ പച്ച ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നപ്പോഴത്തേക്കും കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തു. മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കുക, ഇത്രയും മതി കേട്ടോ. നല്ലപോലെ ഡ്രൈ ആയി ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക, എന്നാൽ കുഴഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണൊന്ന് വിളമ്പിയാലോ. സിമ്പിളായിട്ടുള്ള ഉച്ചയൂണാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും കോളിഫ്ലവറും ക്യാരറ്റും കൂടെ ചേർന്ന വെജിറ്റബിൾ മസാലയാണ്. പിന്നീട് നമ്മുടെ ബീട്രൂട്ടും പരിപ്പും കൂടെ കറി, പിന്നെ കുറച്ച് മാങ്ങാച്ചാറ്. വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടത്തൈര് എടുക്കാം കേട്ടോ. എനിക്ക് കട്ടത്തൈര് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് കട്ടത്തൈര് കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് തൈര് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് വേണമെങ്കിൽ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതൊന്നും വേണ്ട കേട്ടോ. ശരിക്കും ആ ഒരു ബീട്രൂട്ടും പരിപ്പും കൂടെ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഞാൻ സാലഡ് കുക്കുംബർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്തതിന് ശേഷം വേണം കേട്ടോ വീഡിയോ നിർത്തിയിട്ട് പോകാൻ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക, അല്ലാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ നമ്മുടെ ലഞ്ച് മെനു ഇതുവരെ നമ്മളൊരു 10-50ഓളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റിലുണ്ടാവും. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.